പിശാച് ബാധിച്ചവരെയും ചികിത്സയിലൂടെ അത് ഭേദമാകുന്നതിന്റെയും നേർക്കാഴ്ച ചില ദർഗകളിലും സിദ്ധന്മാരുടെ ചികിത്സാ വസതികളിലും നേരിട്ട് കാണാൻ കഴിഞ്ഞ ഒരു വ്യക്തിയാണ് ഞാൻ. പിശാച് ബാധ ഏൽക്കില്ല എന്ന നിങ്ങളുടെ വാദം ഒന്ന് വിവരിക്കാമോ? പിന്നൊരു ചോദ്യം കൂടെ ഉണ്ട്, ഇസ്ബ് ചികിത്സ ഇസ്ലാമിൽ അനുവദനീയമാണോ? ഈ പിശാച് ബാധിച്ചവരെ ചികിത്സിച്ച് ഭേദമാക്കുന്നത് നേരിട്ട് കണ്ടവനാണ് ഞാൻ എന്നാണ് ചോദ്യകർത്താവ് പറഞ്ഞത്. കണ്ടിട്ടുണ്ടോ? ഉണ്ടോ? എവിടെ നിന്ന്? ദർഗകൾ. ആ രോഗിയുടെ അസുഖം പിശാചു ബാധയാണെന്ന് ആരാണ് പറഞ്ഞത്? ആ രോഗിയുടെ അസുഖം പിശാചു ബാധയാണെന്ന് ആരാണ് പറഞ്ഞത്? എങ്ങനെ മനസ്സിലാവുന്നു? ഒന്നുകിൽ പിശാചു ബാധയാണെന്ന് പറയാൻ ഇവിടെ ഒരു പ്രവാചകൻ വേണം. എന്തുകൊണ്ട്? ഇത് അഭൗതികമായ സംഗതിയാണ്. അഭൗതികമായ സംഗതി വഹയിന്റെ അടിസ്ഥാനത്തിൽ പ്രവാചകന്മാർ സംസാരിക്കുക എന്നല്ലാതെ ലോകത്തൊരു മനുഷ്യരത് പറയാൻ പറ്റില്ല. പിന്നെ ആരാ പറയുന്നത്? ഇതിന്റെ പേരിൽ മുതലെടുക്കുന്ന അന്ധവിശ്വാസത്തെ ചൂഷണം ചെയ്ത് സ്വയം വീർത്തുകൊണ്ടിരിക്കുന്ന ആളുകൾ, അവരാണ് പറയുന്നത് ഒരാൾക്ക് മാനസിക വിഭ്രാന്തി ഉണ്ടായാൽ അത് പിശാചു ബാധയാണ്. രോഗം അവർ തന്നെ ഡിഫൈൻ ചെയ്യുകയും എന്നിട്ട് അവർ തന്നെ ചികിത്സ വിധിക്കുകയും ചെയ്യുന്നു. ആ ചികിത്സയാണ് അടിച്ചിറക്കുക എന്നത്. വിശുദ്ധ ഖുർആനിലോ പ്രവാചകചര്യയിലോ പിശാച് മനുഷ്യരിൽ ശാരീരികമായ രോഗമുണ്ടാക്കും എന്ന് പറഞ്ഞിട്ടില്ല. മാത്രമല്ല പിശാചു ബാധ എന്നൊരു സംഗതി ഉണ്ടാകുമെന്നും അതുണ്ടായാൽ നിങ്ങൾ അടിയിലൂടെയും മറ്റും ചികിത്സിക്കണമെന്നും റസൂൽ പഠിപ്പിച്ചിട്ടില്ല. പിന്നെന്താ? ഓരോ കാലഘട്ടത്തിൽ വ്യത്യസ്ത രോഗങ്ങൾ ഉണ്ടാവും. ഞാൻ സൂചിപ്പിച്ചല്ലോ, പ്ലേഗ് രോഗം പിശാചിനാന്ന് പറഞ്ഞ ആൾക്കാരുണ്ട്. അതുപോലെ തന്നെ പിന്നെ ഇങ്ങനെ പല മാരക രോഗങ്ങളും വേണമെങ്കിൽ പറഞ്ഞൂടെ എയ്ഡ്സ് പിശാചിന്റെ ആണ്. ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു പിശാച് ബാധയാണ് എയ്ഡ്സ് എന്ന്. എന്തുകൊണ്ട്? പിശാച് പറഞ്ഞു കൊടുത്ത പണിയാണ് വ്യഭിചാരം. അതിലൂടെയാണ് എയ്ഡ്സ് ഉണ്ടായത്. എനിക്ക് വേണമെങ്കിൽ വ്യാഖ്യാനം ചൊപ്പിച്ചാൽ പിശാച് ബാധയാണെന്നല്ലേ? അല്ലല്ലോ. പക്ഷെ എന്താ? പിശാചിന്റെ പ്രേരണക്ക് വഴങ്ങി അധാർമിക ജീവിതം നയിക്കുന്ന ആളുകൾക്ക് പടച്ചവൻ പറയാൻ കൊടുക്കുന്ന ഒരു ശിക്ഷയാണത്. പക്ഷെ ആ ശിക്ഷക്കും ഒരുപക്ഷെ ഇന്നല്ലെങ്കിൽ നാളെ നിരപരാധികൾ പെട്ടേക്കാവുന്ന ഒരു വിഷയമെന്ന നിലയ്ക്ക് അതിന്റെ ചികിത്സ കണ്ടെത്തിയേക്കാം. ഇപ്പൊ കണ്ടിട്ടില്ല. അപ്പോ ഇന്നത് പിശാചു ബാധയാണെന്ന് പറയണമെങ്കിൽ അഭൗതികമായ കാര്യങ്ങൾ സംസാരിക്കുന്ന വഹയുള്ള ഒരു പ്രവാചകന്റെ സാന്നിധ്യം വേണം. രണ്ട്, അഥവാ അത് പിശാചു ബാധയാണ് എന്ന് ഉറപ്പിച്ചാൽ പോലും അതിന്റെ ചികിത്സാ രീതി എന്താണ് എന്നും അങ്ങനെയുള്ള ആളുകൾ പറയണം. ഇത് രണ്ടുമല്ല, ഇത് ആളുകളെ ചൂഷണം ചെയ്യാൻ വേണ്ടി കെട്ടിയുണ്ടാക്കുന്ന സംഗതിയാണ്. പിന്നെന്താ? ഇസ്മിന്റെ പണി എന്ന് പറഞ്ഞാൽ എന്റെ അഭിപ്രായത്തിൽ പേരിനൊരു പണി എന്നില്ല. ഇസ്മിന്റെ പണി ഇത് ആർക്കും ചെയ്യാം. ഞാൻ ഉദാഹരണം പറഞ്ഞു. പിന്നെ ഒരു സംഭവം, ഞാൻ മുജാഹിദ് പ്രസ്ഥാനത്തിലേക്ക് കടന്നു വരുന്നത് ഒരു 15-20 വയസ്സിന്റെ ഇടയിലാണ്. അതുവരെ സമസ്തക്കാരുടെ കൂടെ പാട്ടുംപാടി നടക്കുന്ന പരിപാടി. അക്കാലത്ത് നമ്മൾ ഈ വിഷയങ്ങളെ കുറിച്ചൊക്കെ അന്വേഷിക്കാറുണ്ട്, പഠിക്കാറുണ്ട്, ശ്രദ്ധിക്കാറുണ്ട്. എന്റെ വീടിന്റെ അരികിലൂടെ ഒഴുകിപ്പോകുന്ന ചെറിയ ഒരു അരുവി, ഇതില് മീൻപിടുത്തക്കാരുടെ ഭയങ്കര ശല്യം. നമുക്ക് എപ്പോ കുളിക്കാൻ നല്ല വെള്ളം കലങ്ങിയിരിക്കും. ഇവര് ആകെ വൃത്തിയാക്കി പോയില്ല. ഒരു ദിവസം ഞാൻ എന്ത് ചെയ്തു? വെറുതെ തമാശ, ഒരു ഇളനീർ, ഒരു കരിക്ക് കിട്ടിയപ്പോ ഒരു കമ്പി എടുത്തിട്ട് അതിന് മുകളിൽ കുറെ കള്ളികൾ വരച്ചു. ഇത് അറബിയിലുള്ള കുറെ അക്ഷരങ്ങളും വേറെ ചില അക്ഷരങ്ങളൊക്കെ അതിന്റെ പുറത്തിങ്ങനെ എഴുതി. ഒരു വാഴയുടെ ഇലയും വെട്ടിയിട്ട് അത് ഈ അരുവിയുടെ കരക്കുള്ള ഒരു പാറയുടെ പുറത്ത് ഞങ്ങളെ കൊണ്ടുപോയി രാത്രിയെ കൊണ്ടുപോയി. പിറ്റേന്ന് മുതൽ ഒരാഴ്ച അവിടെ ഒരു മീൻപിടുത്തക്കാരുമില്ല. കാരണം എന്താ? വരുന്നവർക്കൊക്കെ ഇവിടെ എന്തോ പ്രശ്നമുണ്ട്, എന്തോ ചെയ്തു വെച്ചിരുന്നു. ഇതാണ് ഈ ഇസ്മിന്റെ പണി എന്ന് പറഞ്ഞാൽ പേരിനൊരു പണി. അതിൽ വിശ്വാസമുള്ള ആളുകൾ അതിനെ ഭയപ്പെട്ട് ചിലപ്പോൾ മാറി നിന്നേക്കാം. അതിന് പരിഹാര മാർഗങ്ങൾ തേടി അന്ധവിശ്വാസങ്ങളെ പ്രചരിപ്പിക്കുന്ന കേന്ദ്രത്തിലെത്തിയേക്കാം. അപ്പോഴും അവർക്ക് വരുമാനമുണ്ടാകും. എന്നല്ലാതെ ഇത്തരത്തിലുള്ള പണികൾ കൊണ്ട്, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കൊണ്ട് ഈ ലോകത്ത് ആരെങ്കിലും ഉപദ്രവിക്കുവാനോ ഉപകരിക്കുവാനോ ആർക്കും സാധ്യമല്ല. ഇത് ഒരു വെറുംപണിയാണ്. അതാ ഇസ്മിന്റെ പണി. ഒരു സംഭവം കൂടി ഇതിനോടുകൂടി പറയാണ്. അതായത് ഞാൻ 6 മാസം മുമ്പ് നമ്മുടെ MSMന്റെ ഒരു ക്യാമ്പ് തിരുനാവാളുണ്ടായിരുന്നു. അപ്പൊ അവിടുന്ന് ഒരു യുവാവ്, അവൻ അടുത്തതായിട്ട് മുജാഹിദായതാണ്.
അവനവന്റെ സംഭവം പറഞ്ഞു. അവന് ജോലി ഈ പിശാചിറക്കുന്ന മുസ്ലിയാർക്ക് സേവനം ചെയ്ത് ഒത്താശ ചെയ്ത് നടക്കലാണ്. അങ്ങനെ ഒരു പെണ്ണിന് പിശാച്ച് കൂടി നടന്ന് മുസ്ലിയാര് പിശാച്ചിനിറക്കാൻ പോയി. അങ്ങനെ മുസ്ലിയാർ എന്ത് ചെയ്തിട്ടാണ് ഈ മോതിരത്തും ഒരു കൊല ഉണ്ടാക്കി. എന്നിട്ട് ഈ കോയിനെങ്ങനെ ഉയ്യും പെണ്ണിന്റെ മാർവിടത്തിലെത്താനാവുമ്പോൾ മോയാരി ഈ മോതിരം നോക്കും. അപ്പം കോയി കയന്ന് വേദനിച്ചിട്ട് അങ്ങനെ വീണ്ടും ഉയ്യും. മാർവിടത്തിന്റെ അടുത്തെത്തുമ്പം ഒന്ന് ഇതാക്കും. അപ്പൊ കയന്ന് അങ്ങനെ കുറെ ഉഞ്ഞ. അപ്പൊ പിശാച്ചിലേക്ക് ആ വൈക്ക കോയിലേക്ക് എന്നാണ്. എന്നിട്ട് പിന്നെ കുറെ ഉഞ്ഞിട്ട് കോയിനോട് വിട്ടുന്നാണ്. കോയിനെ വിട്ടപ്പോ കോയി ഒറ്റ ഓട്ടോ അടുത്തുള്ള മതിൽമേൽ തല തിരിച്ചത്ത്. അപ്പൊ എന്താ ചെയ്താണ്? കോയിന്റെ മലദോരത്തിൽ മുളക് വറ്റിക്കുകയാണ്. മുളക് വറ്റിട്ട് ഇങ്ങനെ പിടിച്ചിട്ട് കോയി പിടുത്തം വിടാൻ കാത്ത് നിൽക്കുകയാണ്. അതിൽ മണ്ടിയിട്ടതായി പെണ്ണിന്റെ പിശാച്ച് ഇറങ്ങിയാണ്. രോഗം മാറി. ഈ തൊണ്ട് രോഗം മരല്ല. അതേമാതിരി പ്രൊഫസർ മുഹമ്മദ് ഹസൻ ഇന്നും അതന്നെ ജീവിച്ചിരിപ്പുണ്ട്. ഫറൂഖുള്ള ലെക്ചറ. അദ്ദേഹത്തെ ഇടവണ്ണ എക്കോന്റെ ഇതിന് കൊണ്ടുവന്ന് അദ്ദേഹം ഇങ്ങനെ തണ്ടവിശ്വാസമൊക്കെ അനുഭവത്തോടെ എടുക്കുന്നുണ്ട്. ആ വേങ്ങര ഒരു സ്ഥലത്ത് ഒരു പെൺകുട്ടിക്ക് ഒരു പിശാച്ച് കുടുങ്ങിയെന്നാണ്. അങ്ങനെ ഈ അബോധാവസ്ഥയിൽ പോയിട്ടും തീരാത്ത ജന്തു എന്നിങ്ങനെ പറയുന്നതാണ്. പല തങ്ങന്മാരെ നോക്കി പിശാച്ച് ഇറങ്ങുന്നില്ല. അവസാനം ഈ പ്രൊഫസർ ഈ പെണ്ണിന്റെ ഒരു ആങ്ങൾ അവിടെ ഫറൂഖ് കോളേജ് പഠിക്കുന്നുണ്ട്. അവന് പ്രൊഫസർ മുഹമ്മദ് ഹസൻ സാഹിബിനെ കൊണ്ടുവന്ന് അദ്ദേഹം കുട്ടിനെ ഹിപ്നോട്ടിസ് ചെയ്തു. ഹിപ്നോട്ടിസ് ചെയ്തപ്പോൾ കുട്ടി പറഞ്ഞ പോയിട്ടും തീരാതെ ജന്തു എന്നാണ്. അതിൽ തള്ളനെ വിളിച്ച് ചോദിച്ച് തന്തനെ വിളിച്ച് നിങ്ങളെ മോള് പറഞ്ഞ പോയിട്ടും തീരാതെ ജന്തു എന്നാണ്. അതിൽ തന്തിയും തലയിൽ കറിഞ്ഞില്ല. അതേ മോനെ ഏതോ ചുടലി